ഇതിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ കർത്താവ് അനുവദിച്ച ഈ സമയത്തിനായി നമ്മെ ഒരുമിച്ച് കൂട്ടി വരുത്തിയതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് തിരുവചന പഠനത്തിന് മുമ്പായിട്ട് ആവശ്യമായ ദൈവകൃപ, ദൈവവചനം ഗ്രഹിപ്പാനും ദൈവവചനം സംസാരിപ്പാനും ദൈവവചനം കൈക്കൊള്ളുവാനും ആവശ്യമായ ദൈവകൃപ ലഭിക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് കർത്താവെ സൂം പ്ലാറ്റ്ഫോമിലായും ചിലരെ ഇവിടെയും കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ തിരുവചനം പഠിക്കുന്നതിന് മുമ്പായിട്ട് അങ്ങയുടെ കൃപയ്ക്കായിട്ട് യാചിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്. അവിടുത്തെ പുത്രനെ തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ തന്ന കർത്താവ് സ്വന്തം പുത്രനോട് കൂടെ സകലവും ഞങ്ങൾക്ക് നൽകാതിരിക്കുമോ എന്ന് അങ്ങയുടെ വചനം ഞങ്ങളോട് ഓർമ്മിപ്പിക്കുന്നല്ലോ, ഞങ്ങളോട് പറയുന്നുവല്ലോ. ഞങ്ങൾ ആ വാഗ്ദത്തത്തിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചു തരേണ്ടതിനായിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അധിവാസം ഞങ്ങൾ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കുറവുകളെയും തിരുമേനി ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ അവിടുത്തെ പുത്രന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനം ഗ്രഹിപ്പാനും പഠിപ്പാനും കർത്താവെ ഇത് മനസ്സിലാക്കുവാനും ബുദ്ധിപരമായ അറിവ് സമ്പാദിക്കുക എന്നുള്ളതിലുപരിയായി ദൈവത്തിന്റെ വചനം കർത്താവെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ഏഴകളെ അവിടുന്ന് സഹായിക്കണം. അങ്ങയുടെ ആത്മാവിന്റെ ശക്തി അതിനായിട്ട് ഞങ്ങൾക്ക് തരണം. സൂം പ്ലാറ്റ്ഫോമിലെ വിവിധ സ്ഥലങ്ങളിലായി കടന്നു വന്ന എല്ലാ അങ്ങയുടെ മക്കൾക്കായി നന്ദിയോട് സ്തോത്രം. എല്ലാവർക്കും വേണ്ട കൃപ നൽകിക്കാട്ട് അടിയനെയും പ്രത്യേകമായി ബലപ്പെടുത്തണം. ആത്മാവിന്റെ വ്യാപാരം അടിനിലൂടെയും ദർശിപ്പാൻ തക്കവണ്ണം ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ആദരത്തെ ശക്തീകരിക്കുകയും ചെയ്യണമേ. മഹത്വം തിരുമേനി എടുക്കണമേ. ഗോസ്പൽ മീഡിയ ഇതിന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാറ്റിനായും നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മള് ഫിലിപ്പിയ ലേഖന പഠനത്തിന്റെ 8ാമത്തെ ദിനത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തില് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വാങ്മയ ചിത്രം, പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പേഴ്സൺ മാത്രമല്ല, പേഴ്സൺ ആൻഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നമുക്ക് പറയാം. കർത്താവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തെക്കുറിച്ചും ഇവിടെ പറയുന്നത് കൊണ്ട് പേഴ്സൺ ആൻഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വപരമായ ഒരു വിവരണവും അതുപോലെ കർത്താവ് എന്തെല്ലാം താൻ നമുക്കായി നിവർത്തിച്ചു എന്നുള്ളതിന്റെ വിവരണവും ഈ ചുരുക്കം വാക്കുകളിൽ വളരെ മനോഹരമായി അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നതാണ് 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെ വ്യക്തമായി വിവരിക്കുകയും കാൽവറി ക്രൂശിലെ മരണത്തെയും അവിടെ വിവരിച്ച് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് പറയുന്നത് അതിന് തൊട്ടു മുമ്പായിട്ട് പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യു ഷുഡ് ഹാവ് ദ സെയിം ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഭാവം, ആ ഭാവം, ആ ഹൃദയത്തിന്റെ പ്രതിഫലനമായിരിക്കണം നമ്മുടെ ഹൃദയങ്ങളും എന്ന് പൗലോസ് അപ്പോസ്തലനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഫിലിപ്പിയയിലെ വിശ്വാസികളോട് താൻ അത് പറയുമ്പോൾ അവരുടെ ഇടയിലെ ഭിന്നതയും പ്രയാസങ്ങളും ഒക്കെ അകത്തു നിന്നുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതിനെ പരിഹരിക്കുവാനായിട്ടാണ് 2-ാം അധ്യായത്തിൽ പ്രത്യേകമായ ഒരു ഊന്നൽ ആദ്യത്തെ വാക്യങ്ങളിൽ അതിനായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു, അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തില് നാം വായിക്കുന്നുണ്ട്, അവന്റെ മാതൃക പിന്തുടരുവാൻ അവനൊരു കാൽച്ചുവട് വെച്ചു പോയിരിക്കുന്നു. അപ്പൊ കർത്താവിനെ പിൻപറ്റുക എന്നുള്ളതാണ് ഓരോ ദൈവ വൈതലിനെ കുറിച്ചുമുള്ള, ഓരോ വിശ്വാസിയെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഇഷ്ടം. റോമാലേഖനം 8-ാം അധ്യായത്തിലും നാം അത് വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തില്
അപ്പോസ്തലനായ പൗലോസ് അത് തന്നെ പറയുന്നുണ്ട്. 28 29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, അതായത് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ആദ്യജാതൻ, ഏകപുത്രൻ. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നാമും ദൈവത്തിന്റെ മക്കളായി തീരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇളയ സഹോദരന്മാരായി നാം തീരുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നാം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി, ഒരു വിശ്വാസി ദൈവത്തിന്റെ പൈതലാകുകയാണ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇളയ സഹോദരന്മാരായിട്ട് നാം ആയി തീരുകയാണ്. അതുകൊണ്ടാണ് തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് അതിനെന്താണ്? തന്റെ സ്വരൂപത്തോട്, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നാം ഒക്കെ അനുരൂപരായി തീരുവാൻ വേണ്ടി ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. God foreordained us so that we may be conformed to the image of Jesus Christ, the firstborn, so that we may become his brothers. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായി തീരുകയാണ്. പിതാവായ ദൈവത്തിന്റെ മക്കളും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇളയ സഹോദരന്മാരുമായി തീരുന്നത് അതൊരു പ്രോസസ്സാണ്. നാം കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ മക്കളാകുന്നു. മക്കളാകുമ്പോൾ തന്നെ കർത്താവിനെ പോലെ നാം ആയിത്തീരണം. അവന്റെ സ്വരൂപത്തോട്, അവന്റെ ഭാവത്തോട്, അവന്റെ മനോഭാവത്തോട്, അവന്റെ കാൽച്ചുവടുകളെ പിന്തുടർന്ന് അതേപോലെ നാം ആയിത്തീരണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. കർത്താവിനെ പോലെ ആയിത്തീരണം. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ഗോഡ് ഫോർ ഈച്ച് ആൻഡ് എവറി ബിലീവർ ഇൻ ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവില് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെ കുറിച്ചും ദൈവത്തിന്റെ ഇഷ്ടം അതാണ്, നാം യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. ഈ വാക്യങ്ങളെല്ലാം അതാ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നാം അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ഇവിടെ പറയുന്നു, അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് നാം യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പൊ എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാവം എന്തായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയെങ്കിൽ, ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ഭാവത്തെ, ആ മാതൃകയെ പിൻപറ്റുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്തൊക്കെയായിരുന്നു ആ മാതൃക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്ന് ഓടിച്ചു പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്ന്, ഹി വാസ് സബ്മിസീവ്. കർത്താവ് കീഴ്പ്പെട്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. കർത്താവ് തന്റെ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. 12-ാമത്തെ വയസ്സിൽ അവരോടുകൂടെ യെരുശലേം ദേവാലയത്തിലേക്ക് പെസഹ പെരുന്നാളിനുമായിട്ട് പോയ കർത്താവ് അവിടെ ഇരുന്ന് സംസാരിച്ച് 3 ദിവസം കഴിഞ്ഞാണ് അവർ തിരിച്ചു ചെന്ന് കർത്താവിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. പിന്നെ പറയുന്നത്, അവൻ നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഓർക്കുക, ദൈവമായിരുന്നവൻ, ദൈവം കർത്താവായ യേശുക്രിസ്തു അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥൻ, 2 മനുഷ്യർക്ക്, മാതാപിതാക്കൾക്ക്, യോസഫിനും മറിയയ്ക്കും, തൻ്റെ ഈ ലോകത്തിൽ തൻ്റെ മാതാപിതാക്കളായി ദൈവം ഒരുക്കിയതായിട്ടുള്ള യോസഫിനും മറിയയ്ക്കും കർത്താവായ യേശുക്രിസ്തു കീഴ്പ്പെട്ടിരുന്നു എന്ന് നാം കാണും. അപ്പം യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ഉത്തമനായ പുത്രൻ, ഹൗ ക്യാൻ എ സൺ ബി ആൻ ഐഡിയൽ സൺ, ഒരു ഉത്തമനായ മകനായി തീരുന്നത് എങ്ങനെയെന്ന് കർത്താവിനെ നോക്കി പഠിച്ചാൽ മതി. പിന്നെ അടുത്ത വാക്യം നാം വായിക്കുന്നത്, ദൈവകൃപയിലും പരിജ്ഞാനത്തിലും അവൻ മുതിർന്നു വന്നു എന്ന് നാം കാണുന്നുണ്ട്. അപ്പൊ ദൈവകൃപയിലും പരിജ്ഞാനത്തിലും മുതിർന്നു വന്ന കർത്താവിന്റെ ഫോർമേറ്റീവ് ഇയേഴ്സ്, കർത്താവ് ഒരു പൈതലായിട്ട് ജനിച്ചു, 12 വയസ്സ് കഴിഞ്ഞുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നെ കർത്താവ് വളർന്നു വന്നത് എല്ലാവരോടുമുള്ള വളരെ നല്ലൊരു ബന്ധം, ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയില് മുതിർന്നു വന്ന് ഭവനത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച
ഒരു കീഴ്പ്പെട്ടിരുന്ന ഒരു മകനായിരുന്നു കർത്താവ്. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചു, പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ അവൻ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്യും. കർത്താവിന്റെ വിചാരണയുടെ സമയത്ത് കർത്താവ് എത്രമാത്രം അറുക്കുവാനുള്ളവരുടെ മുമ്പിൽ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ അറുക്കുവാനുള്ള ആടിനെ പോലെ അവൻ മിണ്ടാതെയിരുന്നു. കർത്താവ് കീഴ്പ്പെട്ടിരിക്കുക മാത്രമല്ല, കർത്താവ് ഈ ലോകത്തിലെ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടു, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടു. മാത്രമല്ല, തന്നെ ക്രൂശിക്ക എന്ന് ആർക്കുന്ന ജനത്തിന്റെ മുമ്പാകെ തന്നെ അന്യായമായി വിചാരണ ചെയ്യുന്ന, താൻ ചെയ്യാത്ത കുറ്റങ്ങൾ തന്റെ മേൽ ആരോപിക്കുമ്പോൾ, കള്ളസാക്ഷികൾ വന്ന കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ, കർത്താവ് അതിനൊന്നും ഒരു പ്രതികാരമായ ഒരു വാക്കുപോലും സംസാരിക്കാതെ, പ്രതികാരമായിട്ടൊന്നും ചെയ്യാതെ കർത്താവ് അതിനെല്ലാം സന്തോഷത്തോടെ സഹിച്ചതായിട്ടുള്ള യാതൊരു പ്രതികാര മനോഭാവവും ഇല്ലാത്തത് കർത്താവിനെ അവിടെ നാം കാണുന്നു. പീലാത്തോസിനോട് ഒരു അവസരത്തിൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ എൻ്റെ പിതാവിനോട് ഞാൻ ആവശ്യപ്പെട്ടാൽ ഒരു ലെഗിയോനിലും അധികം, ഒരു ലെഗിയോൻ, ഒരു റോമൻ ലീജിയൻ എന്ന് പറയുന്നത് about 6,000 സോൾജിയേഴ്സ്, 6,000 പടയാളികളുണ്ടായിരുന്നു. ഒരു ലെഗിയോനിലും അധിക ദൂതന്മാരെ ഇപ്പൊ എനിക്ക് പിന്നെ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ ഇവിടെ വിടും, ഇവിടെ തരും എന്ന് കർത്താവ് ഒരു സമയത്ത് ഓർപ്പിക്കുന്നു. മേലിൽ നിന്ന് നൽകി എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ കർത്താവിന്റെ ആ മനോഭാവം നമുക്കൊരു ചെറിയ വിമർശനം പോലും, ഒരു ചെറിയ കുത്തുവാക്ക് പോലും നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല. കർത്താവിന് എത്ര, അത് കർത്താവായിട്ടാണ് നമ്മൾ പറയുമായിരിക്കും. ഞങ്ങളൊക്കെ മനുഷ്യരല്ലയോ, ഞങ്ങൾക്ക് എത്രയൊക്കെ കുത്തുവാക്ക് സഹിക്കാനോ വിമർശനം സഹിക്കാനോ, അല്ലെങ്കിൽ മനുഷ്യരെ അടിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, മുഖത്ത് തുപ്പുമ്പോൾ, ചങ്ക കുത്തുമ്പോൾ എനിക്കൊന്നും പറയാതിരിക്കാൻ കഴിയുകയില്ല, കർത്താവ് ആയതുകൊണ്ട് അത് ചെയ്ത് എന്ന് നാം പറയുമായിരിക്കും. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ ഇവിടെ ഓർപ്പിക്കുകയാണ്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കും. മാത്രവുമല്ല, ദൈവമായിരുന്നവൻ അതെല്ലാം വെടിഞ്ഞ് താഴേക്ക് വന്ന് ഒരു മനുഷ്യ ശിശുവായി, ഒരു മനുഷ്യനായി, ഒരു മനുഷ്യന്റെ പരിമിതികൾക്കെല്ലാം ഉള്ളിൽ ഒതുങ്ങി മനുഷ്യവേഷം ധരിച്ചു. മാത്രവുമല്ല, നമ്മൾ ചിന്തിച്ചത് കർത്താവ് മനുഷ്യനായി തീർന്നത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പോയി അങ്ങ് ദൈവമായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയല്ല. വീണ്ടും കർത്താവ് ഉയർത്തെഴുന്നേറ്റത് മനുഷ്യനായിട്ട് തന്നെയാണ്, മനുഷ്യവേഷത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർക്കൊക്കെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. ഇറ്റ് വാസ് എ പെർമനന്റ് യൂണിയൻ വിത്ത് ഹ്യൂമാനിറ്റി എന്നാ പറയുന്നത്. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ എന്നേക്കുമുള്ള ഒരു സംയോജനം കൂടിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, മനുഷ്യനായി തീർന്നത്, ജഡം ധരിച്ചത്. കാരണം ഒരു മനുഷ്യനായി തീർന്നെങ്കിൽ മാത്രമേ എന്നേക്കും നമ്മോടുകൂടെ വസിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദത്തം അതാണല്ലോ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യങ്ങളിൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ള വലിയ വാഗ്ദത്ത നിയോഗം, മഹാദൗത്യ നിയോഗം കർത്താവ് തരുമ്പോൾ, കർത്താവ് അതിനുശേഷം പറയുന്ന വാക്കുകൾ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി. അതായത് ആ മനുഷ്യനായി തന്നെ നമ്മുടെ എല്ലാ അവസ്ഥയിലും, എല്ലാ വേദനയിലും, എല്ലാ ആവശ്യങ്ങളുടെ മധ്യേയും, എല്ലാ പ്രതിസന്ധികളുടെ മധ്യേയും നമ്മോടുകൂടെ ഇരിക്കാമെന്ന് എന്നേക്കും നിങ്ങളോടുകൂടെയുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ട് വിടുകയില്ല. ആ ഒരു വലിയ വാഗ്ദത്തം. മാത്രമല്ല, ഇനിയും പുത്തൻ യെരൂശലേമിൽ നാം കർത്താവിനോടൊപ്പം എന്നേക്കും വാഴുമ്പോൾ രാജാതി രാജാവായി, കർത്താതി കർത്താവായി നമ്മുടെ മധ്യേ അവൻ വസിക്കും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. എത്ര മനോഹരമായ വാഗ്ദത്തം. മാത്രമല്ല, പിന്നീട് നാം ചിന്തിച്ചു, കർത്താവായ യേശു ക്രിസ്തു ഹി സാക്രിഫൈസ്ഡ് ഹിംസെൽഫ്. ഇവിടെ നാം കാണുന്നു, അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു. മനുഷ്യനായി തീരുക മാത്രമല്ല, നിന്ദയും പീഡനവും ദുഃഖവും വേദനകളും ഏറ്റുവാങ്ങുക മാത്രമല്ല, കർത്താവ് മരണം വരിച്ചു നമുക്ക് വേണ്ടി. മരണത്തിന്റെ ഉള്ളിലേക്ക് താൻ കയറിച്ചു. തന്റെ മരണത്താൽ
എബ്രായ ലേഖനകർത്താവ് അങ്ങനെ പറയുന്നുണ്ട്, തന്റെ മരണത്താൽ മരണാധികാരിയായ പിശാചിനെ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പൊ യേശുക്രിസ്തു മരണം എന്താണെന്ന് മരണത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. മരണത്തിന്റെ ഉള്ളിലേക്ക് എന്ന് പറയുമ്പം മരണം എന്ന് പറയുന്നത് ഒരു ടണല് പോലെയോ ഒരു മുറി പോലെയോ അതിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരുപക്ഷെ അങ്ങനെ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കും. എല്ലാ മനുഷ്യരും ആദാമിന്റെ പാപം മൂലം സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിലെ നാം കാണുന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കും. അപ്പൊ എല്ലാ മനുഷ്യനായിട്ട് ജനിച്ചവരൊക്കെ മരിക്കണം. അവർക്ക് മരണത്തിൽ നിന്നുള്ള ഒരു വിടുതലില്ല. എന്നാൽ ആ വിടുതൽ നമുക്ക് തരുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവേഷം ധരിച്ച് കാൽവറി ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി അനുസരണമുള്ളവനായിട്ട് തീർന്നു. പിതാവ് അതിനു വേണ്ടിയാ ആ മരണത്തിന്റെ ഉള്ളിലേക്ക് ചെന്നു. മരണത്തിന്റെ ഉള്ളിലേക്ക് ചെന്നതിന്റെ കാരണം അവിടെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മരണമെന്ന് ഉള്ളതിനെ ഒരു ടണല് പോലെ ഒരു തുരങ്കം പോലെയോ ഒക്കെ നാം ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു വലിയ മുറിയോട് അങ്ങ് ചിന്തിച്ചാൽ അതിന്റെ താക്കോല് പിടിച്ചിരുന്ന ഒരുവനാണ് പിശാച് എന്ന് പറയുന്നത്. അതാണ് മരണത്തിന്റെ അധികാരിയായിരുന്നു. മരണത്തിന്റെ അധികാരി, പാതാളത്തിന്റെ താക്കോൽ അവന്റെ കയ്യിലായിരുന്നു. എന്നാൽ നീതിമാനായ കർത്താവായ യേശു ക്രിസ്തു സ്വയം മരണം വരിച്ച് മരണത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് പിശാചിന്റെ ഇന്ന് താക്കോലിക്ക് വാങ്ങി. ഉള്ളിലേക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലും മരിച്ചാൽ നമ്മെ ആ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ അവന്റെ കയ്യിൽ താക്കോലുണ്ട്. അവൻ നിത്യജീവനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ താക്കോൽ വഴി ആ പാതാളത്തെ തുറന്ന് അവൻ ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഇന്ന് അതുകൊണ്ട് മരിച്ചാൽ നാം പാതാളത്തിലേക്കല്ല പോകുന്നത്. ഇന്ന് നാം മരിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു ഉത്തമമല്ലോ വാങ്ങിച്ചു. അടച്ചിടുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ പാപത്തെ അവന്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുന്നു. മരണത്തിന്റെ താക്കോൽ ഇന്ന് കർത്താവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അവൻ മരണത്തോളം തന്നെ താൻ താഴ്ത്തി. അങ്ങനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ കർത്താവിന് മരണം വരിക്കാനായിട്ട് കഴിയുകയില്ലായി. പലരും ചോദിക്കുന്ന, ദൈവത്തിന് എങ്ങനെയാ ദൈവനാൽ പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് അതുവരെയും കർത്താവ് ഗത്സമന തോട്ടത്തിൽ അനുഭവിച്ചതായിട്ടുള്ള ഒരു വലിയ സ്ട്രഗിളുണ്ട്. അവിടെ നാം കാണുന്നുണ്ട് ഒരു വലിയ പോരാട്ടമുണ്ട്. ഈ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഒരു വലിയ പോരാട്ടം ഉണ്ടായിരുന്നു. ആ പോരാട്ടം എന്ന് പറയുന്നത് തന്റെ മുമ്പിൽ മരണം എന്നുള്ളതിനേക്കാൾ കൂടുതലായി 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവായ യേശു ക്രിസ്തു അപ്പൊ പാപത്തെ ചുമക്കുക മാത്രമല്ല, നമ്മുടെ പാപം കൂടിയായി തീരുകയാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതിൽ വലിയ കാര്യങ്ങളാണ്. പാപമായി തീർന്നു. അതുകൊണ്ടാണ് പിതാവായ ദൈവം തന്റെ പുത്രൻ കാൽവറിയിൽ മരിക്കുമ്പോൾ പുത്രനെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല.
എന്ന ഹ്യൂമൻ ടേംസില്, മാനുഷികമായ ഭാഷയിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് കർത്താവ് കാൽവറിയിൽ കിടന്ന് കരയുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. ദൈവം തന്റെ പുത്രനെ പാപമാക്കി തീർത്തപ്പോൾ അത് ഏറ്റുവാങ്ങുവാൻ വലിയൊരു മാനസിക വ്യത കർത്താവ് അനുഭവിച്ചു. ആ മാനസിക വ്യത എന്ന് പറയുന്നത് അത് ഏറ്റുവാങ്ങുവാൻ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ എന്നിൽ നിറവേറട്ടെ എന്ന് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് ഗെത്സമനെ. പ്രിയമുള്ളവരെ, മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത് ഏദൻ തോട്ടത്തിൽ നിന്നാണ്. മനുഷ്യ ചരിത്രം അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൽ നാം കാണുന്നു. അവിടെ ജീവജല നദി ഉണ്ട്, അതിന്റെ അക്കരയും ഇക്കരയും ജീവവൃക്ഷങ്ങളുണ്ട്, അതിന്റെ എല്ലാ ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അതാത് ഫലം കൊടുക്കുന്നതായിട്ടുള്ള ജീവവൃക്ഷങ്ങളുള്ള നദിയുള്ള ഒരു തോട്ടത്തിലാണ്, ഒരു ഗാർഡനിലാണ് മനുഷ്യന്റെ ചരിത്രം അവസാനിപ്പിക്കുന്നത്. അവസാനിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് ഈ ലോക ജീവിതം അവസാനിച്ച് കർത്താവിനോട് കൂടെ നിത്യമായി വസിക്കുവാനായിട്ട് പോകുന്നത്. ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി കെരൂബുകളെ കാവൽ നിർത്തി അവിടെ നിന്ന് മനുഷ്യനെ പുറത്താക്കിയെങ്കിൽ, ആ ഒടുവിലത്തെ തോട്ടത്തിൽ ജീവജല നദിയുടെ അക്കരയും ഇക്കരയും ജീവവൃക്ഷങ്ങളുള്ള ആ തോട്ടത്തിൽ നാം പ്രവേശിക്കുവാൻ തക്കവണ്ണം അതിന്റെ ഇടയ്ക്കൊരു തോട്ടം വന്നു. ആ തോട്ടത്തിനാണ് ഗത്സമന തോട്ടം എന്ന് പറയുന്നത്. ആ ഗത്സമന തോട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നെടുമ്പാടും വീണ് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി അവിടെ നെടുമ്പാടും വീണ് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടപ്പാകട്ടെ. അതാണ് എബ്രായ ലേഖനം 5-ാം അധ്യായത്തില് 7-ാമത്തെ വാക്യത്തില് എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തു നാമൊക്കെ കടന്നു പോകേണ്ട വലിയ വേദന, പ്രിയമുള്ളവരെ, കാൽവറി ക്രൂസിൽ താൻ അനുഭവിക്കുന്ന ആ വലിയ കടുത്ത വേദനയെ ഒഴിവാക്കുവാനായിട്ടല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. തന്റെ ദേഹം അടിച്ചു പൊളിക്കുന്ന കൂർത്ത ചൂണ്ടക്കൊളുത്ത് പോലെയുള്ള ചാട്ടവാറിന്റെ അഗ്രം ശരീരത്തിലേക്ക് തുളച്ചു കയറി അത് തിരിച്ചു വലിക്കുമ്പോൾ മാംസകഷ്ണം ഉൾപ്പെടെ പറഞ്ഞു പോകുന്ന അതുപോലെയുള്ള അനേക അടികൾ കൊണ്ട് ആ വേദനയുമായി മരക്കുരിശുമേന്തി മുന്നോട്ട് നടക്കുവാൻ കഴിയാതെ പോകുന്ന ആ വേദന ഓർത്തല്ല കർത്താവ് ഇത് മാറ്റണമേ എന്ന് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് താൻ പാപമായി തീരുന്നു, യാതൊരു പാപവും ചെയ്യാത്തവൻ, അവൻ പാപം ഒന്നും ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. പാപം ഒന്നും ചെയ്യാത്ത കർത്താവ് സകല ലോകത്തിന്റെയും പാപം ഏറ്റുവാങ്ങുന്ന ആ വലിയ വേദന ഗത്സമന തോട്ടത്തിൽ വെച്ച് സഹിച്ചത് കൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ അവസാനം പുത്തനാം യെരൂശലേമിലെ ആ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കാരണമായി തീരും. അതിന് വഴിയൊരുങ്ങുന്നത് ഗത്സമന തോട്ടത്തിൽ വെച്ച്. താൻ കാൽവറിയിൽ ആ മരണം പൂർത്തീകരിച്ചു, പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, പൂർത്തിയായി എന്ന് പറഞ്ഞു, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞു. ആ വാക്ക് ഗ്രീക്കിലെ ടെറ്റലസ്തായി എന്ന, ഫിനിഷ്ഡ്, ടെറ്റലസ്തായി, സകലവും നിവർത്തിയായി. Whatever has been commanded, completed and finished on the cross of Calvary. പിതാവായ ദൈവം എന്തെല്ലാം തന്റെ പുത്രനെ ഏൽപ്പിച്ചാണ് ലോകത്തിലേക്ക് അയച്ചത്, അത് കാൽവറിയുടെ ക്രൂശിൽ താൻ നിവർത്തിയാക്കി തന്റെ പ്രാണനെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഫിനിഷ്ഡ് വർക്ക് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. പലരെ സംബന്ധിച്ചും ഇന്ന് പലരും പറയുന്നത് കാൽവറി ക്രൂസിലെ കർത്താവ് ഒരു പരാജയമാണെന്ന് പറയുന്നവരാണ്. എന്നാൽ കാൽവറിയാണ് വിജയത്തിന്റെ സോപാനം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സകല ലോകത്തിന്റെയും പാപം വഹിച്ചുകൊണ്ട്, പാപമായി തീർന്ന്
നമ്മെ വിടുവിച്ച കർത്താവ്. അതാണ് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറയും. ഇതിനു മുമ്പ് പലതവണയും പലരും താൻ ക്രൂശിലേക്ക് പോകുന്നതിൽ നിന്ന് തന്നെ മുടക്കുവാൻ പത്രോസ് ഉൾപ്പെടെ പലരിലൂടെയും സാത്താൻ ശ്രമിച്ചെങ്കിൽ അവസാനത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു. ഹി സാക്രിഫൈസ്ഡ് ഹിംസെൽഫ്. തന്നെ പാപമാക്കി തീർക്കുന്നു. അതിന്റെ ഉള്ള അവസ്ഥയിൽ മനസ്സിലാക്കുവാൻ പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധിയെ തുറക്കേണ്ടതിനായിട്ട്, അത് ഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ കർത്താവ് ചെയ്തത്, കർത്താവിന്റെ മനോഭാവം എന്ന് പറയുന്ന അതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി താൻ മരിച്ചു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു. നമ്മെ സംബന്ധിച്ചും നാം ആയിരിക്കുന്ന മേഖലകളിൽ അനേകര് വീണ്ടെടുക്കപ്പെടണമെങ്കിൽ, അനേകരെ പാപത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നാം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തെങ്കിലേ പറ്റും. ഞാൻ പറയുന്നത് ശാരീരിക മരണം എന്നുള്ളതിനപ്പുറമായിട്ട് പറയട്ടെ, നമ്മുടെ സ്വയം മരിച്ചാൽ, നമ്മുടെ പദവികളും നമ്മുടെ അഭിമാനവും ഒക്കെ ഒന്ന് മരിച്ചെങ്കിൽ, ഞാനെന്ന ഭാവം മരിച്ചെങ്കിൽ അനേകര് കർത്താവിനെ അറിയുവാനായിട്ട് ഇടവരുമായിരുന്നു. ചില സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയണമെങ്കിൽ താഴ്ന്നു ചെല്ലണം. താഴ്ന്നു എന്നെങ്കിലേ താഴെ കിടക്കുന്ന ഒരാളിനെ പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. ആ ഒരു ശുശ്രൂഷയ്ക്കായിട്ടാണ് നമ്മെ വിളിച്ചത്. അതുകൊണ്ടാണ് കർത്താവിന്റെ ആ മനോഭാവം എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരാള് ചിലപ്പോൾ ബലഹീനനായിരിക്കാം, ചില കുഴപ്പങ്ങളുള്ള ആളായിരിക്കാം, എന്നാൽ അവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു മനോഭാവം, അവരെ വീണ്ടെടുക്കാനുള്ള ഒരു റെഡീമിങ് മിനിസ്ട്രി നമുക്കുണ്ട്. ഒരു വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ. അത് ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടെന്ന് ചിന്തിക്കുകയാണ്. പെട്ടെന്ന് മനുഷ്യരെ എഴുതി തള്ളുന്നതായിട്ടല്ല, ഓ അവൻ അങ്ങനെ, അല്ലെ അവൻ ഇങ്ങനെ, അവൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനായിട്ടല്ല. അവരെയും ഒന്ന് ഈ കർത്താവിനെ അറിവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ നാം ചിലപ്പോൾ നമ്മൾ മരിക്കേണ്ട ഒരാവശ്യം. ചിലരുടെ മരണമാണ് നമുക്കറിയാം പല കാര്യങ്ങളും ലോകത്തിൽ അനുഗ്രഹമാക്കുന്നത്. അതിലൂടെ ഒത്തിരി നന്മകൾ ഉണ്ടാകും. ഗ്രഹാം സ്റ്റെയിൻസ് മരിച്ചത് മാത്രം അല്ല, അനേകായിരങ്ങള് ജീവൻ ബലിയർപ്പിച്ചത് കൊണ്ട്, അനേകായിരങ്ങള് ഇന്ത്യയിലേക്ക് വന്ന് ഈ മണ്ണിന്റെ വളമായി തീർന്നത് കൊണ്ട്, അനേകര് കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് പോയി ക്ഷയരോഗം ബാധിച്ച്, മലേറിയ ബാധിച്ച്, പകർച്ചവ്യാധികൾ ബാധിച്ച് മണ്ണിന് വളമായി തീർന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ദൈവവചനമൊക്കെ ഇരിക്കുന്നത്. കർത്താവിനെ അറിയുവാനായിട്ട് നമുക്ക് ഭാഗ്യം വന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു മരണത്തിലേക്കാണ് ഡീട്രിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരൻ എഴുതിയൊരു പുസ്തകമുണ്ടല്ലോ, വരിക ക്രൂശിക്കപ്പെടും. അപ്പൊ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു. അങ്ങനെ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ഇന്ത്യ കർത്താവിനെ അറിയത്തുള്ളൂ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ കർത്താവിനെ അറിയത്തുള്ളൂ. അവരോടൊരു സ്നേഹപൂർവമായ സംസാരം, അവരുടെ ആവശ്യങ്ങളിലൊന്ന് സഹായിച്ചെങ്കിൽ അവർ ഈ കർത്താവിന്റെ സ്നേഹം നമ്മിലൂടെ ദർശിപ്പാൻ ഇടവരുമായിരുന്നു. ചില നഷ്ടങ്ങളൊക്കെ ഉണ്ട്, ചില മരണങ്ങൾ സംഭവിക്കണം. നമ്മുടെ പദവിയും നമ്മുടെ പ്രസ്റ്റീജും ഒക്കെ മരിക്കണം. മരിച്ചെങ്കിൽ മാത്രമേ ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാനായിട്ട് കഴിയൂ. അഞ്ചാമതായിട്ട് കർത്താവിന്റെ മനോഭാവത്തെ കുറിച്ച് പറയുന്ന, കർത്താവിന് എന്തോ ചെയ്താലും ഒരേ ഒരു ആഗ്രഹം മാത്രം, പിതാവായ ദൈവം മഹിമപ്പെടണം. He glorified the Father. പിതാവായ ദൈവത്തിന് മഹത്വം കരേറ്റണം. കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. പിന്നെ പറയുന്നു 20-ാമത്തെ വാക്യത്തിൽ, കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതാണ്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, അതായത് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ശിഷ്യന്മാരുടെ വചനത്താൽ, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ കർത്താവ് കാൽവറി ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പായി
താന് ഗത്സമനയിൽ വെച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ ഇത് മാളിക മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ആ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടിയൊക്കെ കർത്താവ് പ്രാർത്ഥിച്ചു. ഈ വചനത്താൽ നാം വിശ്വസിപ്പാൻ ഇരിക്കുന്നെന്ന് കർത്താവിന് മുന്നമേ അറിയാമായിരുന്നു. അതുകൊണ്ട് അന്ന് മാളിക മുറിയിൽ വെച്ചോ അല്ലെങ്കിൽ കിദ്രോന്തോട് കടന്നു പോകുമ്പോൾ പിന്നീട് കർത്താവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയുന്നു, ശിഷ്യന്മാര് എന്നെ കുറിച്ച് എന്റെ വചനം അറിയിക്കുന്നതിലൂടെ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. അടുത്ത വാക്യം, 22-ാം വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി we should share in the glory of the Father. പിതാവായ ദൈവത്തിന്റെ മഹത്വം നാമും പങ്കിടുവാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് പിതാവിനെ മഹത്വപ്പെടുത്തി തനിക്ക് തന്ന പ്രവൃത്തി താൻ തികച്ചു. അങ്ങനെയാണ് കർത്താവ് പിതാവിനെ മഹത്വപ്പെടുത്തി. പിതാവ് ഏൽപ്പിച്ചത് പരിപൂർണമായി അനുസരിച്ച് താൻ പിതാവിനെ മഹത്വപ്പെടുത്തി. നമ്മെക്കുറിച്ചും അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവരൊന്നായി തീരണം, അവരൊരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയതുപോലെ അവര് നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടവരണം. പ്രിയമുള്ളവരെ, ഓരോ വിശ്വാസിയെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് പിതാവിന്റെ ഇഷ്ടം നാം നിവർത്തിക്കണമെന്നുള്ളതാണ്. നാം പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലൂടെ നിവർത്തിക്കപ്പെടണം. നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ നിറപടിയായി നിവർത്തിക്കുമ്പോൾ, നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറപടിയായി നിവർത്തിക്കുമ്പോൾ, അലസതയില്ലാതെ മടിയില്ലാതെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് കൊടുക്കുന്ന മുൻഗണനയേക്കാൾ ഉപരിയായി കർത്താവിനെ നാം ഏറെ സ്നേഹിക്കുമ്പോൾ നാം അവനെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് തീരും. കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി തന്റെ വേല തികച്ചു. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? God reciprocated in a more glorious way. പിതാവായ ദൈവം തന്റെ പുത്രൻ തന്നെ മഹത്വപ്പെടുത്തിയപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനെയും മഹത്വപ്പെടുത്തിയിട്ട് എന്താണ് ചെയ്തത്? ഇവിടെ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, താൻ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട്. അതുകൊണ്ട് therefore what God the Father has done, പിതാവായ ദൈവം അതുകൊണ്ട് എന്തോ ചെയ്തു? പുത്രൻ കാൽവരി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് തന്നെത്താൻ യാഗമായി തീർന്നത് കൊണ്ട്, പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തികളെ മുഴുവനായി നിവർത്തിച്ചത് കൊണ്ട്, അതുകൊണ്ട് പിതാവായ ദൈവം എന്തോ ചെയ്തു? പിതാവായ ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. Glorification of Jesus Christ began in his resurrection. കർത്താവായ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ കൈവിട്ട് കളഞ്ഞു ക്രൂശിൽ. മനുഷ്യന് യേശുവിന് ചെയ്യുവാനുള്ള അവസാന ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുവിന്റെ ഭൗതിക ശരീരം ഒരു കല്ലറയിൽ കൊണ്ട് വെക്കുകയായിരുന്നു. മനുഷ്യന്റെ ഹ്യൂമൻ ഹാൻഡ്സ് ആ മനുഷ്യന് ചെയ്യുവാനുള്ള അവസാനത്തെ കാര്യം അതാണ്. പക്ഷേ അവിടം തൊട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ആരാണ്? പിതാവായ ദൈവം. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് അവിടം തൊട്ട് ദൈവം അങ്ങ് പ്രവർത്തിക്കുകയാണ്. പുത്രനെ കൈവിട്ട ദൈവം മനുഷ്യൻ തന്റെ യേശു ക്രിസ്തുവിന്റെ മേൽ അവർക്ക് ചെയ്യാനുള്ള എല്ലാം തികച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ തൊട്ട് പ്രവർത്തനം ആരംഭിച്ചു. ദൈവം തന്റെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് നാം വായിക്കുന്നു. മരണപാശങ്ങൾക്ക്, മരണത്തിന്റെ കയറുകൾക്ക്, മരണത്തിന്റെ കെട്ടുകൾക്ക് അവനെ പിടിച്ച് മരണത്തിൽ ഇടുവാൻ അസാധ്യമായിരുന്നു. പിതാവായ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഉയർത്തെഴുന്നേൽപ്പിക്കുക മാത്രമല്ല, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കൊടുത്തു. എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ പറഞ്ഞത്, സ്വർഗത്തിലും മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം നമുക്കെല്ലാം കാണാതെ അറിയുന്നതാണ്.
സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലുള്ളതിന്റെ മേലും ഭൂമിയിലുള്ളതിന്റെ മേലും എല്ലാ അധികാരവും ഇന്ന് വീൽഡ് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാ ഞാനും നിങ്ങളും കർത്താവിനെ സാക്ഷികളായി തീരുവാൻ therefore you go എന്നാ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അധികാരം കിട്ടിയിട്ടുള്ളത് കൊണ്ട്. അപ്പൊ ലോകത്തിൽ അതിനപ്പുറത്ത് വേറൊരു അധികാരവും ഇല്ല കേട്ടോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരത്തിനപ്പുറത്ത് ഏറ്റവും അധികാരമുള്ള ഒരാൾ നമ്മെ അയക്കുമ്പോൾ നമ്മളും ആ അധികാരം പങ്കിടുകയാ ചെയ്യും. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇന്ത്യൻ പ്രസിഡന്റ് ഒരാളെ നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ നമ്മൾ ആ ആളിനെ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുന്ന ഒരു പിയൂണിനെ പോലെയാണോ സ്വീകരിക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയുന്നെന്ന് മാത്രമേ. വില്ലേജ് ഓഫീസർ ഒരാളെ നമ്മുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI ഒരാളെ നമ്മുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരാളെ പറഞ്ഞു വിട്ടു. ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞു വിട്ടു. ആദ്യം ആര് പറഞ്ഞിടത്തോട്ട് നമ്മൾ പോകുന്നു? ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞു വിട്ട ആളുടെ അടുക്കൽ ആള് പറഞ്ഞു വിട്ടതിന് മുൻഗണന കൊടുക്കുന്നു. കാരണം അതിന്റെ കീഴിലാണ് ബാക്കിയുള്ള എല്ലാ അധികാര സ്ഥാനങ്ങളും. അപ്പൊ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ട കർത്താവ് നമുക്ക് തന്നെ അധികാരം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നു കൊള്ളണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കും, നിങ്ങളോട് പറയുകയാണ്. So we are ambassadors of Christ with all the power that Christ has bestowed upon us. കർത്താവ് നമുക്ക് തന്ന എല്ലാ അധികാരത്തോടും കൂടെയാണ് നാം ആ കർത്താവിന്റെ വേലയ്ക്കായിട്ട്, കർത്താവിനെ സാക്ഷിക്കാനായിട്ട് ഈ ലോകത്തിലായിരിക്കുന്നു. നമ്മൾ അത് മനസ്സിലാക്കാതെയാണ്, നമ്മുടെ ആ പദവി മനസ്സിലാക്കാതെയാണ് നാം പലപ്പോഴും പെരുമാറുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും. ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ 2:9 പറയുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നോക്കിയാൽ, എഫേസ്യ ലേഖനം 1:21, എഫേസ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 21, 20-ാമത്തെ വാക്യം പറയുന്ന, മരിച്ചവരുടെ ഇടയിൽ നിന്ന് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഓർത്ത് നോക്കിയ ദൈവത്തിന്റെ സ്നേഹം. കർത്താവിന് ഈ വലിയ പദവികളെല്ലാം കൊടുത്തത്, ഈ വലിയ അധികാരം കൊടുത്തത് എന്തിനു വേണ്ടിയാ? ഒടുവിൽ പറയുന്നുണ്ട് തന്റെ സഭയ്ക്ക് അത് കൊടുക്കാൻ വേണ്ടി. കർത്താവിന്റെ അധികാരം മുഴുവൻ ദൈവത്തിന്റെ സഭയിലൂടെ ആ അധികാരം ലോകത്തിന് ബോധ്യപ്പെടും. ഒരു മനുഷ്യനെ പാപത്തിന്റെ ക്ലച്ചസിൽ നിന്ന്, അതായത് പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന്, പാപത്തിന്റെ കെട്ടിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വലിയ ഹൈ സെക്യൂരിറ്റി പേഴ്സണിൽ നിന്ന് ഒരാളിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണമെങ്കിൽ പോലും ഇപ്പം എന്തെങ്കിലുമൊക്കെ മാർഗം കാണും. ഈയിടെ ഇസ്രായേലിലെ ഗിൽബോവ എന്ന് പറയുന്ന ഒരു വലിയ ഹൈ സെക്യൂരിറ്റി പേഴ്സണാണ്. ഇസ്രായേലുകാര് ഭയങ്കര മിടുക്കന്മാരാണല്ലോ. അവരുടെ ജയിലിൽ നിന്ന് 3 പേര് സ്പൂണ് കൊണ്ടും ഫോർക്ക് കൊണ്ടും ഒക്കെ തുറന്ന് അതിന്റെ അകത്തുനിന്ന് വിളിക്കാം. അപ്പൊ എന്നാൽ അതിലൊക്കെ വലിയൊരു വിടുതൽ എന്ന് പറയുന്ന പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കുക എന്ന് പറഞ്ഞു. ചിലരുടെ ജീവിതത്തിലോട്ട് എന്തോ പറഞ്ഞാലും കേറത്തില്ല, എന്തോ പറഞ്ഞാലും. ഒരു റബ്ബർ പന്ത് എടുത്ത് വളരെ കട്ടിയുള്ള ഒരു തറയിലോട്ട്, വളരെ ഹാർഡായിട്ടുള്ള ഒരു പ്രതലത്തിലോട്ട് എറിയുമ്പം എത്രയും വേഗത്തിൽ അത് തിരിച്ചു തെറിക്കുന്നു, എറിയുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ അത് തിരിച്ചു തെറിക്കുന്നത് പോലെയാണ് ചിലരുടെ അടുക്കലോട്ട് സുവിശേഷം ചെല്ലും. അത് ബൗൺസ് ബാക്ക് ചെയ്യും. കാരണം പിശാച് അങ്ങ് കോട്ട കെട്ടിയിട്ടിരിക്കും.
അതിൽ നിന്ന് വിടുവിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ആ വലിയ അധികാരം നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും കീഴേ ഉള്ളതും മേലെ ഉള്ളതുമായ സകല ശക്തികളുടെ പേര് നമുക്ക് അധികാരം ദൈവം തന്റെ സഭയ്ക്ക് അത് കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് കർത്താവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി ശരീരമാകുന്ന തന്റെ സഭയ്ക്ക് കൊടുത്തു. അവൻ തലയാണ്, ഞാനും നിങ്ങളും ആ ശരീരത്തിന്റെ കൈയും കാലും കണ്ണും ചെവിയും, ഞാൻ ആ ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ തലയിൽ എത്രമാത്രം അധികാരമുണ്ടോ, തലയിലൂടെ എന്തെല്ലാം ശക്തി വ്യാപരിക്കുന്നോ അത് ഈ അണിവിരലിലും വ്യാപരിക്കും, ഈ കാലിന്റെ വിരലിലും വ്യാപരിക്കും. അതായത് നമ്മിൽ ഓരോരുത്തരിലും വ്യാപരിക്കും. അവന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുമ്പോഴും അനേകർ വിടുതൽ പ്രാപിക്കുന്നു. ആ അധികാരം ഉപയോഗിക്കാനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവിനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. അത് പ്രാപിക്കണേൽ എന്നെ എടുക്കണം. ഉയരാനുള്ള ഏക വഴി എന്ന് പറയുന്നത് താഴുക എന്നുള്ളത് വേദോത്സവത്തിന്റെ പ്രിൻസിപ്പിളാണ്. ഉയരണമെങ്കിൽ താണോണം. അത് അഭിനയിച്ച് താണാൻ പറ്റത്തില്ല. കപടമായ ഒരു താഴ്ച കൊണ്ടും ഉയരത്തിൽ. വേദോത്സവം പറയുന്നതാണ്, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുന്നു. തക്ക സമയത്ത് ഉയർത്തും. അവന്റെ ബലമുള്ള കൈക്കീഴ്. ദൈവ നിഗളികളോ അത് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകും. കർത്താവ് തന്നെ പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർന്നു. എല്ലാ അധികാരത്തിനും കീഴ്പ്പെട്ടു. എന്നാൽ തക്ക സമയത്ത് ദൈവം തന്റെ പുത്രനെ ഉയർത്തി സകലത്തിനും, സ്വർഗത്തിലും ഭൂമിയിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ വലിയൊരു നാമം നൽകി അത്യന്തം മീതെ ഇരുത്തി, തന്റെ വലതു ഭാഗത്തിരുത്തി. അവന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും കർത്താവായ യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇന്ന് നമുക്കറിയാം, ലോകത്തില് യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയാൻ താല്പര്യമില്ലാത്ത ജനങ്ങളാണ് ഭൂരിഭാഗം. ജീസസ് ഈസ് ദ ലോർഡ്, യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുന്നവൻ അവരാ രക്ഷിക്കപ്പെടുന്നു. നമുക്കറിയാം, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം, അവരാ രക്ഷിക്കപ്പെടുന്നു. അപ്പൊ യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയാൻ താല്പര്യമില്ലാത്തവരാണ്, ഇഷ്ടമില്ലാത്തവരാണ്, അതിനെ എതിർക്കുന്നവരാണ്. ആരെങ്കിലും അങ്ങനെ പറയാൻ തുനിഞ്ഞാൽ തന്നെ അവരെ അത് പറയിപ്പിക്കാതിരിക്കുന്നവരാണ് ഇന്ന് ലോകത്തിൽ ഭൂരിഭാഗം ആളുകൾ. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ആരെങ്കിലും ജീവന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു ആ കർത്താവ് എന്ന് പറഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലുകയും അടിക്കുകയും ഓടിക്കുകയും ചെയ്യുക. ഇത്ര അധികാരം ഉണ്ടെങ്കിൽ ഈ തല്ലെല്ലാം വാങ്ങിക്കുന്ന എന്തിനാണെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ എന്നാൽ ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് ചെയ്യും. നാം ദൈവവചനം അറിയിക്കുന്നതിലൂടെ സാത്താന്റെ കെട്ടുകളെ പൊട്ടുകയാണ്. അവന്റെ അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞ് ഹൃദയങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ വെളിച്ചം പ്രകാശിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, ആ വലിയ അധികാരം നമുക്ക് തരുന്നുണ്ട്. മാത്രവുമല്ല, യേശു ക്രിസ്തുവിനെ ഇന്ന് ഏറ്റുപറയാത്തവരും ഒരു ദിവസം ഏറ്റുപറയുന്ന ഒരു ദിവസം വരും. എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. Willingly or unwillingly, they all have to confess that Jesus Christ is the Lord. ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും പറഞ്ഞേ ഒക്കൂ എന്ന് വരുന്ന ഒരു ദിവസം വരുന്നു. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരുമ്പോൾ, ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആരെല്ലാം ജനിച്ചിട്ടുണ്ടോ, ജീവിച്ചിട്ടുണ്ടോ, അവരെല്ലാവരും തന്നെ യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയും. പക്ഷേ അന്ന് ഏറ്റുപറയുമ്പോൾ രക്ഷ പ്രാപിപ്പാനായോ നിത്യജീവനായിട്ടോ അല്ല ഒരു ഭാഗം ആളുകൾ ഏറ്റുപറയുന്നത്. അവർക്ക് ഏറ്റുപറയേണ്ടി വരുന്നത് കൊണ്ട് പറയും. അന്ന് എല്ലാരെയും പറയിപ്പിക്കും, പറയേണ്ടി വരും. ഓർത്ത് നോക്കണം. അപ്പൊ ഒരു ശാരീരികമായ എക്സിസ്റ്റൻസും മരണശേഷവും ഉണ്ട്.
എല്ലാവർക്കും ഉണ്ട്. കർത്താവിൽ മരിച്ചവർക്കും ഉണ്ട്, കർത്താവിനെ കൂടാതെ മരിച്ചവർക്കും ഉണ്ട്. എങ്കിലല്ലേ ഈ ഏറ്റുപറച്ചിൽ നടക്കത്തു. അതിന് ഈ കർത്താവ് എങ്ങനെ ഒരുക്കുന്നതെന്ന് അറിയില്ല, ആ ശരീരം എന്താണെന്ന് നമ്മൾ അറിയില്ല. പക്ഷെ നമുക്കൊക്കെ ഒരു ഗ്ലോറിഫൈഡ് ബോഡി, ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം കിട്ടും. അല്ലാത്തവർക്കും പറയാനുള്ളതൊക്കെ കിട്ടും. കാരണം ഈ ഏറ്റുപറച്ചിൽ നടക്കണമല്ലോ. യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയണം. ഇന്ന് പറയാൻ മടിക്കുന്നവരും ഇന്ന് പറയുന്നതിനെ എതിർക്കുന്നവരും എല്ലാം മുഴങ്കാലും അടക്കി കർത്താവിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. അപ്പൊ മരണശേഷം എല്ലാവരും കാര്യങ്ങൾ ഗ്രഹിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത് പറയുവാനായിട്ട് കഴിയും. അപ്പൊ 11-ാമത്തെ വാക്യം അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കാരണം എന്താണ്? കർത്താവ് തന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കീഴടങ്ങിയിരുന്നു, ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, എല്ലാവർക്കും സേവനം ചെയ്തു. ഹി സേവ്ഡ് ഓൾ. പിന്നെ ഹി സാക്രിഫൈസ്ഡ്, തന്നെത്താൻ യാഗമാക്കി തീർത്തു, മരണത്തോളം അനുസരണമുള്ളവനായിട്ട് തീർത്തു, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, അതിനുവേണ്ടിയാണ് നമ്മയും വിളിച്ചിരിക്കുന്നത്, കർത്താവിനെ പോലെ ആയിത്തീരുവാൻ. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ഗോഡ്. നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. യേശുക്രിസ്തു പിതാവിനെ മഹത്വപ്പെടുത്തിയതുപോലെ നാമും മരണത്തോളം അനുസരണമുള്ളവരായി തീർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനിയും 12 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പോകണം. എന്നാൽ ഇന്നത്തെ ക്ലാസ് കൊണ്ട് അത് തീരുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അവിടെ പറയുന്ന ഒരു കാര്യത്തിന്റെ ഒരു ആമുഖം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇന്ന് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ എല്ലാം ഉപയോഗിക്കുന്ന therefore my beloved, അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങള് പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അവിടെ പറയുന്ന വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്ന്, രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തില് നാം വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന. 2-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, അതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരുപ്പാൻ പ്രവർത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകും. ആരും പ്രശംസിക്കാതിരുപ്പാൻ ഒരു പ്രവൃത്തിയും കാരണമല്ല. യു ഡോണ്ട് ഹാവ് ടു ഏൺ സാൽവേഷൻ. രക്ഷ ആരും നേടിയെടുക്കുന്ന ഒന്നല്ല. എൻ്റെ നല്ല പ്രവൃത്തി കൊണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ നേടിയെടുക്കാവുന്ന ഒന്നല്ല സാൽവേഷൻ എന്ന് പറയും. അത് വളരെ വ്യക്തം. ആരും പ്രശംസിക്കാതിരുപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. സാൽവേഷൻ ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എന്നാൽ പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് അതേ പൗലോസ് തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സിൻസ് യു ഹാവ് ഹേർഡ് ഓൾ ദീസ് തിങ്സ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഇത് കേട്ടത് കൊണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട്, നിങ്ങൾ യു ഷുഡ് വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. അതിനെക്കുറിച്ച് നാം അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വൺസ് സാൽവേഷൻ ഈസ് ഗിവൺ ടു അസ്, ഒരിക്കൽ രക്ഷ നമുക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ ആ രക്ഷ ആത്മീയമായി അതിന്റെ വളർച്ചയിലേക്ക് എത്തുവാൻ നാം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. രക്ഷിക്കപ്പെട്ടെന്നുള്ളത് കൊണ്ട് അവിടെ അങ്ങ് നിർത്തുകയല്ല, അതിനുശേഷം പിന്നീട് ഒരു വളർച്ച ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, ശുദ്ധീകരണത്തിലൂടെ വഴി നടത്തപ്പെടും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതെന്താണെന്ന് ചില ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആ ഭാഗം എല്ലാവരും ഒന്ന് വായിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. ദൈവം അതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എവരെയും
അനുഗ്രഹിക്കുമാറാകട്ടെ.